വണക്കം, വന്ദന, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഇന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് 23-ാം തീയതി 12-ാം മാസം 2025 ചൊവ്വാഴ്ചയാണ്. വീക്ക്ലി കോൺട്രാക്റ്റിന്റെ ഈ മാസത്തെ ഡിസംബർ മാസത്തിന്റെ വീക്ക്ലി കോൺട്രാക്ട് എക്സ്പയറി ആകുന്ന ദിവസമാണ്. ബാങ്ക് നിഫ്റ്റി അല്ല, നിഫ്റ്റി വീക്ക്ലി കോൺട്രാക്ട് എക്സ്പയറി ആകുന്നതാണ്. നിങ്ങൾ ഈ ചാർട്ടിൽ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് മാർക്കറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ചില ആൾക്കാർ ഡീറ്റെയിൽസ് ചോദിച്ചിരുന്നു, അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഞാൻ ഇതിനെ ബേസ് ചെയ്തിട്ടും ഇതിന്റെ കാൽക്കുലേഷൻ ബേസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ പോയിന്റ് ഓഫ് കൺട്രോൾ എടുക്കുന്നത്. പോയിന്റ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഒരു സെക്കൻഡ്, അതായത് പോയിന്റ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്ന കാര്യമാണ്. ഇത് ഞാൻ പഠിക്കുന്ന സമയങ്ങളിൽ ഇത്രയ്ക്കും അകത്ത് പോയി അനലൈസ് ചെയ്തില്ല. പക്ഷേ അതിനുശേഷം അതിൻ്റെ യുക്തി എന്താണ്, അവിടെ എന്താണ് പറഞ്ഞു വരുന്നത് എന്നുള്ളത് അവിടുന്ന് ഡീകോഡ് ചെയ്തതിന് ശേഷമാണ് ഈ ഫൈനൽ പോയിന്റ് ഓഫ് കൺട്രോൾ കണ്ടുപിടിക്കാൻ തുടങ്ങിയത്. അതായത് ഇതാണ് പോയിന്റ് ഓഫ് കൺട്രോൾ. ഈ ലൈൻ ഉണ്ടോ, ഇതാണ് പോയിന്റ് ഓഫ് കൺട്രോൾ, POC എന്ന് പറയും. അതായത് ഫെയർ വാല്യൂ. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ ഇട്ടിരുന്നു ഫെയർ വാല്യൂവിനെ കുറിച്ച്. ഇവിടെയാണ് ഫെയർ വാല്യൂ നടന്നിരിക്കുന്നത്. ഇത് വാല്യൂ ഏരിയ ഹൈ എന്ന് പറയും. ഈ ഗ്രേ കളറിൽ കാണുന്ന ഇതിനെ വാല്യൂ ഏരിയ ഹൈ എന്ന് പറയും. ഇതിന്റെ താഴെ ഈ ഗ്രേ ഏരിയ എൻഡ് ചെയ്യുന്നത്, അതായത് ഈ ഏരിയ, ഇതിനെ വാല്യൂ ഏരിയ ലോ എന്ന് പറയും. ഓക്കെ, VAL വാല്യൂ ഏരിയ ലോ, VAH വാല്യൂ ഏരിയ ഹൈ ഇത് പറയും. ഇവിടെ വാല്യൂ ഏരിയക്ക് അകത്താണ് ഇവിടെ ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. ഇന്നലെ നിഫ്റ്റി, ഇത് ഫ്യൂച്ചറിന്റെ ചാർട്ടാണ്. മാർക്കറ്റ് പ്രൊഫൈൽ നോക്കുന്നത് 30 മിനിറ്റിന്റെ ടൈം ഫ്രെയിമിലാണ് മാർക്കറ്റ് പ്രൊഫൈൽ നോക്കുന്നത്. നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്കിൽ വരുമ്പോൾ 15 മിനിറ്റിലാണ് കാര്യങ്ങൾ പറയുന്നത്. ഇവിടെ 30 മിനിറ്റിലാണ് നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നത്. അതാണ് മാർക്കറ്റ് പ്രൊഫൈൽ. ഇത് വന്നിട്ട് ഡേ പ്രൊഫൈൽ എന്ന് പറയും. ആ ഡേ പ്രൊഫൈലിനെ സ്പ്ലിറ്റ് ചെയ്ത പ്രൊഫൈലാണ് ഇങ്ങനെ രണ്ടായിട്ട് കാണിക്കുന്നത്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാനായിട്ട് വീണ്ടും പറയാം. ഈ കാണുന്ന പ്രൊഫൈല് ഡേ പ്രൊഫൈലാണ്. ഈ ഡേ പ്രൊഫൈലിന്റെ സ്പ്ലിറ്റ് പ്രൊഫൈലാണ് ഇത്. ഓക്കെ, ഓരോ 30 മിനിറ്റിന്റെയും ക്യാൻഡിൽ സ്റ്റിക്ക് നമ്മൾ 15 മിനിറ്റ് കാണുന്നുണ്ടല്ലോ, അതേപോലെ ഓരോ 30 മിനിറ്റിന്റെയും ചാർട്ടാണ് ഈ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ കാണുന്നത്. അപ്പം ഇതിനകത്ത് ഈ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ വാല്യൂ ഏരിയ ലോ, വാല്യൂ ഏരിയ ഹൈ, പിന്നെ പോയിന്റ് ഓഫ് കൺട്രോൾ. ഇതിനകത്തെല്ലാം നമ്മൾ ഒരു കാര്യം മിസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പഠിക്കുമ്പോൾ എന്ത് പറഞ്ഞാലും, ഇൻഡിക്കേറ്റർ ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് നമ്മൾ പഠിക്കുന്നുണ്ടോ, യൂട്യൂബിൽ കണ്ട് പഠിക്കുന്നുണ്ടോ, അത് നമ്മൾ ഡീകോഡ് ചെയ്യാറില്ല. ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്. അതായത് പ്രൈസ് ആക്ഷൻ പഠിക്കുന്നുണ്ട് അല്ലെ. പ്രൈസ് ആക്ഷൻ പഠിക്കുമ്പോഴത്തേക്കും പ്രൈസ് ആക്ഷനിൽ എന്താണുള്ളത്? പ്രൈസ് ആക്ഷനിൽ പ്രൈസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. പ്രൈസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ആ പ്രൈസ് നമ്മൾ എങ്ങനെയാണ്, ആ പ്രൈസിന്റെ ആക്ഷനെയാണ്. അല്ലാതെ നമ്മൾ എന്താ പറയാ, ഫോർ എക്സാമ്പിൾ ട്രയാങ്കിൾ പാറ്റേൺ, ഇതാണ് പ്രൈസ് ആക്ഷൻ. അല്ലെങ്കിൽ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു ബോക്സ് പാറ്റേൺ ഉണ്ട്, ഇവിടെ പ്രൈസ് നിറയെ നേരം നിന്നിട്ട് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണ്. ഇതിനകത്ത് ഈ പ്രൈസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഈ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ ഇത് നല്ല ബ്രേക്ക് ഔട്ട് ആണോ അല്ല ഫാൾസ് ബ്രേക്ക് ഔട്ട് ആണോ, ഇതൊക്കെ മനസ്സിലാക്കണം. അങ്ങനെ ഈ പ്രൈസ് ഇവിടെ ഈ ബോക്സിനകത്ത് എന്താണ് ചെയ്യുന്നത്? സൈഡ് വേസ് ആണ്, പക്ഷെ ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല. അതേപോലെ ഈ മാർക്കറ്റ് പ്രൊഫൈലില് ഈ ചെറിയ ചെറിയ ബോക്സ് ഉണ്ടോ, ഇതിനെ TPO എന്ന് പറയും. ഞാൻ ആദ്യ കാലങ്ങളിലൊക്കെ ഇത് പഠിക്കുമ്പോഴത്തേക്ക് ഓക്കെ TPO കൊള്ളാം, നല്ലത്. പക്ഷെ ഇതിനകത്തും ഒരു കാര്യം പറയുന്നുണ്ട്. ഇതിനകത്ത് ഉഗ്രനായിട്ടുള്ള വേറൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ TPOയുടെ ഡെഫിനിഷൻ അകത്ത് പോയിട്ട് അതിന്റെ ബാക്കിൽ ഒരു ഡീകോഡ് ചെയ്തപ്പോഴാണ് ഇത്രയും ഒരു കാര്യം പഠിക്കാൻ പറ്റിയത്. ടൈം, പ്രൈസ്, ഓപ്പർച്യൂണിറ്റി. ഇവിടെയും എന്താണ്, ഈ P എന്ന് പറയുന്ന സാധനം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ കൂടെ തന്നെ ഇതിനകത്ത് വേറൊരു കാര്യം പറയുന്നുണ്ട്, ടൈം എന്ന് പറയുന്ന കാര്യവും പറയുന്നുണ്ട്. അതാണ് ഈ ചെറിയ ചെറിയ ബോക്സിൽ നിങ്ങൾ കാണുന്നത്, TPO. ഇവിടെ എന്താണ് നമ്മൾ പഠിക്കുന്നത്? പ്രൈസിനെ കുറിച്ച് ആദ്യം അനലൈസ് ചെയ്യണം. TPO, ഈ TPOയിൽ പ്രൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈസ് ആക്ഷനിൽ പ്രൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ, അതിന്റെ ആ പ്രൈസിന്റെ മൊമെന്റം, പ്രൈസിന്റെ കാര്യം ഡീകോഡ് ചെയ്ത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്കും ലോങ് ടൈമിൽ നല്ലൊരു ട്രേഡറായിട്ട് മാറാൻ പറ്റും. നമുക്ക് നമ്മുടെ ആസ് യൂഷ്വൽ വീഡിയോയിലോട്ട് പോകാം. ഇന്ന് 55 രൂപയാണ്, എന്താ പറയാ, 55 രൂപയാണ് ഇന്നത്തെ
പോയിന്റ് ഓഫ് കൺട്രോൾ 55 റുപ്പീസ് ആണ് ഇന്നത്തെ പോയിന്റ് ഓഫ് കൺട്രോൾ. നമുക്ക് വൺ സൈഡ് മൂവ് ഇന്ന് കാണാൻ പറ്റും. വൺ സൈഡ് മൂവ് കാണാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, പ്രീവിയസ് ഡേ ഹൈക്ക് മുകളിൽ, പ്രീവിയസ് ഡേ ക്ലോസിന് മുകളിൽ, ഡേ ഓപ്പണിന് മുകളിൽ ഏത് സ്ട്രൈക്ക് ആണ് നിൽക്കുന്നത്, പി ആണെങ്കിൽ പി, സി ആണെങ്കിൽ സി, നമുക്ക് വൺ സൈഡ് മൂവ് കാണാൻ പറ്റും. അതിലും നമ്മൾ കുറച്ചുകൂടെ ഡീകോഡായി അക്യൂറസി താഴോട്ട് പോകുന്നത് നമ്മൾ പോയിന്റ് ഓഫ് കൺട്രോളും മുകളിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്നലെ 77 രൂപയാണ് പറഞ്ഞിരുന്നത്. അത് എത്ര പേരാണ് ശ്രദ്ധിച്ചതെന്ന് അറിഞ്ഞൂടാ. 2600 ചാർട്ട് നിങ്ങൾ പോയി നോക്കിയുള്ളൂ. 77 രൂപയ്ക്ക് മുകളിൽ തന്നെയാണ്. വീണ്ടും വീണ്ടും 77 അടുത്ത് വരുമ്പോൾ റിജക്റ്റ് ആകുന്നുണ്ട് ആ പ്രൈസ് വരുമ്പോഴത്തേക്കും. ഓക്കെ, വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. കണ്ടതിൽ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.